ഫ്രണ്ട്സ്, യോസ്റ്റാൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഇന്നിപ്പോൾ ആലുവ മണപ്പുറത്ത് പോകാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങളുടെ ആലുവക്കാർക്ക് ഏറ്റവും അഭിമാനമായുള്ള കാര്യമാണ് ശിവരാത്രി വനിതൊക്കെ കേട്ടോ. അപ്പം എല്ലാവരും നാനാജാതി മനസ്ഥര്, മുസ്ലിം, ഹിന്ദു, ക്രിസ്ത്യൻ എല്ലാവരും പോകട്ടോ. അപ്പം ഞങ്ങൾ പോകാനൊക്കെ ഇത്തിരി വൈകി, തിരക്കൊക്കെ കുറയട്ടെന്ന് ഓർത്തിരിക്കേണ്ട. ഇപ്പം തിരക്കൊക്കെ കുറഞ്ഞിട്ടുണ്ടാവും. ഇനി അവിടുത്തെ വിശേഷം നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. ഇതാണ് കേട്ടോ മണപ്പുറത്തിൻ്റെ നമ്മുടെ പ്രധാന ഒരു ആദ്യത്തെ വാതിൽ ഇതാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ബാക്ക് വശം കൂടിയും നമുക്ക് വരാം, ബാക്കിൽ കൂടിയും വരാം, ഫ്രണ്ടിൽ കൂടി ഫ്രണ്ടാണ് ഇത്. ഇതാണ് കേട്ടോ, ഇതാണ് മണപ്പുറത്തിൻ്റെ ഒരു വലിയ ഒരു ആൽമരം ഉണ്ടായിരുന്നു പണ്ടേ. ആൽമരം കരിഞ്ഞുണങ്ങിപ്പോയി. അതിന് ശേഷം ഇവർ നട്ടേക്കനാണ് ഈ ചെറിയൊരു ആൽമരം കണ്ടോ. മണപ്പുറത്ത് നിന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കാണണത് ആ പാലം, നമ്മുടെ മാർത്താണ്ഡവർമ്മ പാലം ഉണ്ട്. അത് എടാ ആലുവ നഗരത്തിൻ്റെ ഒരു ദൃശ്യം കാണുന്നത്. മണപ്പുറത്തോട്ട് അപ്പുറത്തുനിന്ന് ഇപ്പുറത്തോട്ട് വരാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പുതിയതായിട്ടൊരു പാലം വന്നിട്ടുണ്ട്. അതാണ് ഇത്. ആലുവ മഹാദേവ ക്ഷേത്രം. നമ്മളിപ്പോൾ ആലുവ മണപ്പുറത്തിൻ്റെ നട്ടുഭാഗത്താണ്ട് നിൽക്കുന്നത്. തിരക്കൊക്കെ കുറവാണ്, കുറച്ച് ആളുകളൊക്കെ ഉള്ളു കേട്ടോ. ഏത് തരം മിഠായികളും കണ്ടിട്ട് ഇവിടെ കണ്ട. ഈ ഒരറ്റം തുടങ്ങി ആ ഒരറ്റം വരെ ഹലുവ, മിഠായി എല്ലാം കിട്ടണ സ്ഥലമുണ്ട് ഇവിടെ. ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ ലെതർ ബാഗുകൾ, ലേഡീസ് ബാഗുകൾ, സ്പോർട്സ് ബാഗുകൾ, എല്ലാവരും കടന്നു വരിക.
മണപ്പുറത്തൊക്കെ വരാൻ വൈകി പോയിട്ടാ. അപ്പം തിരക്കൊക്കെ കുറവാണ്. എന്നാലും ഇഷ്ടംമാരെ കച്ചവടക്കാരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് തിരക്ക് കുറവാണ്. അത്ര നല്ലതാണ് ഞാൻ ആലോചിക്കുന്നത്. ഒത്തിരി പൊടിയൊക്കെ ഉണ്ടാവും. ഒരു താഴത്തൊക്കെ ഇതുണ്ട്, നല്ല നെറ്റൊക്കെ, നല്ല ഗ്രീൻ കളറിലെ നെറ്റൊക്കെ മൊത്തം ഉണ്ടാ. ഈ മണ്ണിൽ കൂടെ ഒന്നും നമ്മൾ നടക്കണ്ട. എല്ലാം ഇപ്പോൾ വരെയായിരിക്കും നല്ലത് എനിക്ക് തോന്നണം കേട്ടോ. അപ്പോൾ ഈ ആലുവ ശിവരാത്രി മണപ്പുറത്ത് തിരക്കില്ലാത്ത കാഴ്ചകളൊക്കെ ഉണ്ട് ഈ കാണണത്. അപ്പോൾ എല്ലാവരും ഇത് കാണണം, ഈ വീഡിയോ കാണണം കേട്ടോ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, മാക്സിമം സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഈ വീഡിയോ ഇത്ര നേരം കണ്ടിരുന്ന എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുന്നു.